ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗാരോ ഇൻസ്റ്റൻറ്റ് ടീത്ത് വൈറ്റ്നറാണ്. യെല്ലോയിഷും അതുപോലെ ക്ലീൻ അല്ലാത്ത പല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും സംസാരിക്കാനും ചിരിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഡെയിലി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുള്ള പല്ല് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടൊരു പ്രോഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പല്ലിൻ്റെ പല കളറിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ അതാ ഒരു അഗാരോൻ്റെ ഓരോ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു അഗാരോൻ്റെ പ്രോഡക്റ്റ് ഇതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിലാണുള്ളത്. ഒരു സിപ്പ് ലോക്ക് കവറിൽ അതിൻ്റെ മെഷീനും ചാർജറും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 14 സ്ട്രിപ്പുകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മെഷീൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്ന ഡാസലാണ്, അഗാരോ ഡാസൽ ഇൻസ്റ്റൻറ്റ് ടീത്ത് വൈറ്റ്നർ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റീചാർജബിൾ വയറുണ്ട്, നമുക്ക് മാഗ്നറ്റിക് ആയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുറകിൽ 2 മാഗ്നറ്റ്സ് ഉണ്ട്, അവിടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മേലെ ഒരു പവർ ബട്ടൺ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു LED ലൈറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതിൽ 24 ബ്ലൂ LED ലൈറ്റ് ആണുള്ളത്. അതാണ് നമുക്ക് ആ ഒരു വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് മേലെ ഒന്നിങ്ങനെ ടിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സെല്ലോ ടൈപ്പൊക്കെ പോലെയുള്ള ഒരു സ്ട്രിപ്പാണ്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രിപ്പായിട്ടുള്ള, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടില്ല, ആ ഒരു ഗ്രിപ്പായിട്ടുള്ള, ഒന്ന് മേലുള്ളത് കുറച്ച് ഒന്ന് ലെങ്ത്ത് കൂടിയിട്ടുള്ളതും ഒന്ന് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പീൽ ചെയ്തിട്ട് നമ്മളിത് പല്ലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിത് ആ പല്ലിലേക്ക് ഇതുപോലെ ആ ഒരു കൈ, നമ്മൾ പല്ലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ നമ്മൾ പല്ലിൻ്റെ അകത്തും പുറത്തും വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. മേലെയും താഴെയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വായൻ്റെ അകത്തേക്ക് ഈ ഒരു മെഷീൻ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ പവർ ഓൺ ആക്കിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സോളം നമ്മൾ കീപ്പ് ചെയ്യാണ്. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മെഷീൻ മാറ്റുക. പിന്നെ അതുപോലെ ആ ഒരു സ്ട്രിപ്പ് നമ്മൾ പല്ലിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സെല്ലോ ടൈപ്പ് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല്ലിൻ്റെ അകത്തും പുറത്തും വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് ആ ഒരു മെഷീൻ വെക്കുക. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ ആ ഒരു മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെഷീൻ മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഗമ്മി ആയിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി. ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 14 സ്ട്രിപ്പാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ ഒരു മെഷീൻ്റെ വാറണ്ടി നമുക്ക് 6 മന്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്താൽ മതി. ഈ ഒരു മെഷീനിൽ 24 LED ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് പല്ലിൻ്റെ അകത്ത് വെച്ചാൽ ഇറിറ്റേഷൻ ഒന്നുമില്ല കേട്ടോ. കാരണം ആ ഒരു ഭാഗത്തൊക്കെ ഒരു റബ്ബറിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ സാഷേ ആണെങ്കിലും മെഷീൻ ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മെഷീൻ നല്ല ഹാൻഡി ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു മെഷീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ്സ് ഇതുപോലെ ഞാൻ ഓൺ ആക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. 24 ലൈറ്റ്സ് നല്ല കറക്റ്റായിട്ട് തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ മേലേക്ക് യൂസ് ചെയ്യാൻ ചെറുതും പിന്നെ അതുപോലെ താഴെ യൂസ് ചെയ്യാൻ കുറച്ച് വലുതായിട്ടുള്ള ഒരു ടേപ്പാണുള്ളത്. അപ്പോൾ ആ ടേപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ മേലെ ഭാഗത്ത് നമ്മൾ ആ ഒരു ചെറുതും പിന്നെ താഴെ ഭാഗത്ത് ആ വലുതുമായിട്ട് ഇതുപോലെ അകത്തും പുറത്തും വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വായൻ്റെ അകത്ത് ആ ഒരു മെഷീൻ വെച്ചതിന് ശേഷം 10 മിനിറ്റ്സ് കീപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മെഷീൻ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കർ പീൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വായൊന്ന് കഴുകിയെടുത്താൽ മതി. ആ സ്റ്റിക്കി ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ വായൻ്റെ അകത്തായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ.